ഹലോ വെൽക്കം ബാക്ക് ടു ജന്നാസ് റെസിപ്പീസ്. ഇന്നത്തെ വീഡിയോയിൽ വെയിറ്റ് ലോസ് നോക്കുന്നവർക്കും അല്ലെങ്കിൽ ഒരു ഹെൽത്തി ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്നവർക്കും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഡിന്നർ ആയിട്ടോ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള 4 റെസിപ്പീസായിട്ടാണ് വന്നിട്ടുള്ളത്. എല്ലാം ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പീസാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പീസാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ റെസിപ്പീസൊക്കെ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. പിന്നെ നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ നമുക്ക് ഈ 4 റെസിപ്പീസും എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യത്തെ റെസിപ്പി ഓട്സ് വെച്ചിട്ടുള്ള റെസിപ്പിയാണ്. ഓട്സ് ഡേറ്റ്സ് ഓംലെറ്റ് ആണ്. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് ആദ്യം തന്നെ 2 മുട്ടയാണ്. 2 മുട്ട ഞാൻ ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ഇതിപ്പോൾ ഒരാൾക്ക് കഴിക്കാനുള്ള ഒരു അളവാണ് ഉണ്ടാവുക. ഇതിലേക്ക് മുട്ടയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് ആദ്യം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. 1 മിനിറ്റ് മുട്ട നന്നായിട്ടൊന്ന് മിക്സാക്കി ബീറ്റ് ചെയ്ത് പതപ്പിച്ചെടുക്കണം. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ഓട്സ് ആണ്. അപ്പോൾ ഞാനൊരു 2 ടേബിൾ സ്പൂൺ നിറയെ ഓട്സ് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഓട്സ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് വേണ്ടത് ഈത്തപ്പഴമാണ്. അപ്പോൾ ഞാനിവിടെ 8 മീഡിയം സൈസിലുള്ള ഈത്തപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് കുരുയെല്ലാം കളഞ്ഞിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഓരോ ഈത്തപ്പഴവും ഒരു 2-3 പീസായിട്ടൊന്ന് കട്ട് ചെയ്ത് വെക്കാം. ഇതിപ്പോൾ ഞാൻ മുഴുവനും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ടിട്ട് ഒന്ന് മെൽറ്റായി വരുന്ന സമയത്ത് ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈത്തപ്പഴം ഇട്ട് കൊടുക്കാം. ഈത്തപ്പഴം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഈത്തപ്പഴം ഈ ബട്ടറിൽ അല്ലെങ്കിൽ നെയ്യിലോ നമുക്കൊരു മൂത്ത് വരുന്ന സമയത്ത് നല്ലൊരു മണമാണ് ഉണ്ടാവുക. അപ്പോൾ ഇതൊന്ന് ഒരു 2-3 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഈത്തപ്പഴം ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരികയും ചെയ്യും നമ്മളിതുപോലെ ബട്ടറിലൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുന്ന സമയത്ത്. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം ഇതുപോലെ പാനിൻ്റെ അടിവശത്ത് എല്ലായിടത്തേക്കും ആവുന്ന രീതിയിൽ ഒന്ന് പരത്തി ലെവൽ ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഓട്സും മുട്ടയും കൂടിയുള്ള മിക്സ് നന്നായിട്ടൊന്നും കൂടി മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലൂടെ ഒഴിച്ചു കൊടുക്കാം. ഈ പാനിൻ്റെ സൈസിനനുസരിച്ചിട്ട് ഈത്തപ്പഴം കവർ ചെയ്ത് നിൽക്കുന്ന രീതിയിൽ എല്ലായിടത്തേക്കും ആവുന്ന രീതിയിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ച് വെക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 4-5 മിനിറ്റ് വെക്കണം. മുട്ട വേവുന്ന അത്രയും സമയം മതി. എന്നാലും നമ്മൾ ഓട്സ് ചേർത്തത് കൊണ്ട് ഒരു 5 മിനിറ്റോളം ഒന്ന് വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഈ സമയം കൊണ്ട് തന്നെ മുകൾ ഭാഗമൊക്കെ ഒന്ന് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടാണ് മറിച്ചിട്ട് കൊടുക്കുന്നത്, പൊട്ടിപ്പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഇനി ഇതിൻ്റെ മുകൾ ഭാഗവും കൂടി ഒന്ന് വേവാൻ വേണ്ടിയിട്ടൊന്ന് അടച്ച് വെക്കാം. ഒരു 2 മിനിറ്റ് കൂടി അങ്ങനെ വെച്ചതിന് ശേഷം നമുക്കിത് മൂടി തുറന്നിട്ട് ഒന്ന് മറിച്ചിടാം. ഇത് നമുക്ക് ഇങ്ങനെ തന്നെ കഴിക്കാം. അപ്പോൾ ഞാൻ ഒന്നുകൂടി ടേസ്റ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറച്ചൊരു 1-2 ടേബിൾ സ്പൂൺ ചീസ് ഇതിന് മുകളിലൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഗ്രേറ്റ് ചെയ്തിട്ടുള്ള മോസറല്ല ചീസാണ്. അപ്പോൾ ചീസ് ഓപ്ഷണലാണ്, കയ്യിലുണ്ടെങ്കിൽ ഇട്ടാൽ മതി, താല്പര്യമുള്ളവർ ചേർത്താൽ മതി. അപ്പോൾ ചീസ് ചേർത്തിട്ട് ചീസ് ഒന്ന് മെൽറ്റ് ആവാൻ വേണ്ടിയിട്ട് 1 മിനിറ്റ് കൂടി ഒന്ന് അടച്ച് വെക്കാം. ചീസ് ചേർത്തിട്ടില്ലെങ്കിലും കഴിക്കാൻ കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഞാൻ 1 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കുന്നുണ്ട് ചീസ് ഒന്ന് മെൽറ്റ് ആവാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. പിന്നെ മുട്ടയൊക്കെ ആയതുകൊണ്ട് തന്നെ ചൂടോടെ കഴിക്കാനാണ് ടേസ്റ്റ്. തണുത്താലും കുഴപ്പമൊന്നുമില്ല, എന്നാലും ചൂടോടെ കഴിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ആയിട്ട് തോന്നുന്നത്. അപ്പോൾ ചൂടോടെ തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഇതിപ്പോൾ വെയിറ്റ് ലോസ് നോക്കുന്നവർക്ക് ഒരു നേരത്തെ ഫുഡായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ രാത്രിയിലത്തെ ഫുഡായിട്ടൊക്കെ കഴിക്കാം. ഇതൊരെണ്ണം കഴിച്ചാൽ തന്നെ വയറ് നിറയും. അപ്പോൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക. ഇനി നമ്മുടെ അടുത്ത റെസിപ്പി ബ്രൊക്കോളി വെച്ചിട്ടുള്ള ഒരു പാൻ കേക്ക് എന്നോ അല്ലെങ്കിൽ ദോശ എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. കറിയൊന്നും ഇല്ലാതെ തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന റെസിപ്പിയാണ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഡിന്നർ ആയിട്ടോ കഴിക്കാം. അപ്പോൾ ഈ ഹെൽത്തി ബ്രൊക്കോളി പാൻ കേക്ക് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു ചെറിയ ബ്രൊക്കോളിയാണ്. ഇത് നമുക്ക് മുഴുവനായിട്ട് ആവശ്യമില്ല. ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തതിന് ശേഷം ചെറുതായിട്ട് പൊടിയായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് 1 കപ്പാണ് നമുക്ക് ആവശ്യമുള്ളത്. അത് നമുക്ക് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ള ക്യാരറ്റ് 1/2 കപ്പ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഈ ക്യാരറ്റിന് പകരമായിട്ട് വേണമെങ്കിൽ ക്യാബേജ് വേണമെങ്കിലും എടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള ഇഞ്ചി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. പിന്നെ 1/2 ടീസ്പൂൺ ചതച്ചെടുത്തിട്ടുള്ള മുളക് ചേർക്കുന്നുണ്ട്. നമ്മളുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകം, അതായത് ചെറിയ ജീരകമാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ അടുത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 മുട്ട കൂടി ചേർത്ത് കൊടുക്കാം.
എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം ആദ്യം. ഈ മുട്ടയും വെജിറ്റബിൾസും എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ഗോതമ്പ് പൊടിയാണ്. ഗോതമ്പ് പൊടിക്ക് പകരമായിട്ട് നമുക്ക് വേണമെങ്കിൽ ഓട്സ് പൊടിച്ചതും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചേർത്തിട്ടുള്ളത് ഒരു 1/4 കപ്പ്, അതായത് 4 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയാണ്. ഗോതമ്പ് പൊടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കാം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്തിട്ട് വേണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ. അപ്പോൾ ചെറുതായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കാം. അപ്പോൾ ഒരുപാട് വെള്ളം ഒരുമിച്ച് ഒഴിക്കരുത്. ഞാനിപ്പോൾ 1/2 കപ്പ് വെള്ളം എടുത്ത് വെച്ചതിൽ നിന്ന് ഒരു പകുതി വെള്ളം, അതായത് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുകയാണ് ആദ്യം. ഇതിലേക്ക് ഇനി കുറച്ചും കൂടി ഒരു 1-2 ടേബിൾ സ്പൂൺ കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിൽ നിന്ന് വീണ്ടും ഒരു പകുതി കൂടി ചേർത്തിട്ടുണ്ട്. അതായത് 1/2 കപ്പ് വെള്ളം മുഴുവനായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ടില്ല. നമുക്ക് സ്പൂണ് വെച്ചിട്ട് ഒന്ന് പരത്തിയെടുക്കാനുള്ള ആ ഒരു പരുവത്തിനാണ് ഈ ബാറ്റർ വേണ്ടത്. അപ്പോൾ ഈ ഒരു പരുവത്തിനാണ് ഈ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി വേണ്ടത്. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിച്ചൊഴിക്കുക, വെള്ളം ഒരുപാട് ചേർക്കരുത്. ഈ ഒരു കൺസിസ്റ്റൻസി നോക്കിയിട്ട് അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഉടനെ തന്നെ ചുട്ടെടുക്കാം. അപ്പോൾ അതിനായിട്ടൊരു പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂണ് ബാറ്റർ ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് പരത്തി കൊടുക്കാം. ഒരുപാട് വട്ടത്തിലല്ല, നമുക്കിത് ഒരുപാട് കനം കുറച്ച് പരത്താനും പറ്റില്ല, കുറച്ചൊരു കനത്തിലാണ് പരത്താൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു വട്ടത്തിൽ പരത്തിയിട്ട് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഒരു 2 മിനിറ്റ് അടച്ച് വെച്ചാൽ തന്നെ നന്നായിട്ടൊന്ന് കുക്കായിട്ട് വന്നിട്ടുണ്ടാവും. പിന്നെ മൂടി തുറന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ബട്ടറോ അല്ലെങ്കിൽ നെയ്യോ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിത് നോൺ സ്റ്റിക്കിൻ്റെ പാൻ അല്ല എന്നുണ്ടെങ്കിൽ പാനിൽ ആദ്യം നെയ്യ് അല്ലെങ്കിൽ ബട്ടർ ഒന്ന് പുരട്ടിയിട്ട് വേണം നമ്മളിത് മാവ് ഒഴിച്ചു കൊടുക്കാൻ. ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് ആ ഒരു സൈഡിലും കുറച്ച് ബട്ടർ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആ ഒരു സൈഡ് കൂടി ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞ് വന്നാൽ നമുക്കിത് പാനിൽ നിന്നും മാറ്റാം. അപ്പോൾ വളരെ ഈസിയായിട്ട് ഉണ്ടാക്കാൻ പറ്റും, പെട്ടെന്ന് കുക്കായിട്ട് വരികയും ചെയ്യും. ഇതുപോലെ തന്നെ ബാക്കിയുള്ള പാൻ കേക്ക്സൊക്കെ നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ ഈ ഒരു അളവിൽ ബാറ്റർ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്കൊരു 4 പാൻ കേക്ക് ഉണ്ടാക്കാനുള്ള ഒരു അളവാണ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അളവിൽ എല്ലാ ചേരുവകളും കൂടുതൽ എടുത്താൽ മതി. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഇതിൻ്റെ കൂടെ നമുക്ക് പ്രത്യേകിച്ച് കറികളൊന്നും വേണമെന്നില്ല, ഈസി ആയിട്ട് ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക. ഇനി നമ്മളുടെ അടുത്ത റെസിപ്പി വെജിറ്റബിൾസ് ഒക്കെ വെച്ചിട്ട് ചെയ്യുന്ന ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഓംലെറ്റ് ആണ്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ, ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാൻ അടിപൊളിയാണ്. അതിനായിട്ട് ഞാൻ 2 മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ഇതിപ്പോൾ ഒരാൾക്ക് കഴിക്കാനുള്ളൊരു അളവാണ് കാണിക്കുന്നത്. അപ്പോൾ 2 മുട്ട പൊട്ടിച്ചൊഴിച്ചെടുത്തിട്ട് അതിലേക്ക് ഒരു 1/4 ടീസ്പൂണോ അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ വരെ കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുരുമുളക് പൊടിയുടെ കൂടെ നമുക്ക് വേണമെങ്കിൽ റെഡ് ചില്ലി ഫ്ലെക്സ് ഒക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/2 കപ്പോളം ക്യാബേജ് കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/2 കപ്പോളം ക്യാരറ്റ് കട്ട് ചെയ്തതും ഒരു ചെറിയ സവാളയുടെ പകുതി കട്ട് ചെയ്തത് കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. മുട്ടയുടെ കൂടെ ഈ വെജിറ്റബിൾസ് കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്താൽ മതി. ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ട് 1 ടേബിൾ സ്പൂണ് ഓട്സ് പൊടിച്ചതാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 2 ടീസ്പൂൺ വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം. ആദ്യം കട്ടയൊന്നുമില്ലാതെ കലക്കി എടുത്തതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ വെജിറ്റബിൾസിൻ്റെയും മുട്ടയുടെയും ആ ഒരു കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഓട്സിന് പകരം ഗോതമ്പ് പൊടി എടുത്താലും മതി. ഞാനിപ്പോൾ ഓട്സ് എടുത്തതേ ഉള്ളൂ. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. ഈ വെജിറ്റബിൾസും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി യോജിപ്പിച്ച് വെക്കാം. ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ബട്ടറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ബട്ടർ ഒന്ന് മെൽറ്റായിട്ട് വന്നാൽ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസിൻ്റെ മുട്ടേൻ്റെ ആ ഒരു കൂട്ട് നമുക്കിതിലേക്ക് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മളുടെ പാനിൻ്റെ സൈസിനനുസരിച്ചിട്ട് ഒന്ന് ലെവൽ ചെയ്ത് പരത്തി വെച്ച് കൊടുക്കാം. പിന്നെ നമ്മളുടെ പാനിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ടായിരിക്കും ഇതിൻ്റെ ഒരു കട്ടി ഉണ്ടാവുക. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വേണം വേവിക്കാൻ. മുട്ട ആയതുകൊണ്ട് തന്നെ ഫ്ലെയിം കൂട്ടി വെച്ചാൽ അടിഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. പിന്നെ ഫ്ലെയിം കുറച്ച് വെച്ചാലാണ് നമ്മൾ ചേർത്തിട്ടുള്ള വെജിറ്റബിൾസ് കൂടി ഒന്ന് വെന്ത് കിട്ടുള്ളൂ. ഒരു 7-8 മിനിറ്റൊക്കെ ഒന്ന് ലോ ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചാൽ തന്നെ മുകൾ ഭാഗമൊക്കെ ഒന്ന് ഡ്രൈ ആയിട്ട് വരും. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് ആ മുകൾ ഭാഗവും കൂടി ഒന്ന് മൊരിയിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകൾ ഭാഗം അടിയിലേക്ക് വരുന്ന രീതിയിൽ പാനിലേക്ക് തന്നെ തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ ആകുമ്പോൾ മുകൾ വശവും കൂടി ഒന്ന് മൊരിയിച്ചെടുക്കാം. ഒരു 3-4 മിനിറ്റ് ലോ ഫ്ലെയിമിൽ അങ്ങനെ വെച്ചതിന് ശേഷം നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നല്ല ചൂടോട് കൂടിയിട്ട് കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. പിന്നെ നമുക്കിതിൻ്റെ കൂടെ പ്രത്യേകിച്ച് വേറെ ഒന്നും വേണമെന്നില്ല, നല്ല ഫില്ലിംഗ് ആണ്. ഇതിപ്പോൾ ഒരാൾക്ക് കഴിക്കാനുള്ള ഒരു അളവാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക. വെയിറ്റ് ലോസ് നോക്കുന്നവർക്കും അതുപോലെ ഹെൽത്തി ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്നവർക്കും കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ്.
ഇനി നമ്മളുടെ അടുത്ത റെസിപ്പി ഒരു തോരനാണ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നർ ആയിട്ടോ ഇങ്ങനെ തന്നെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. അല്ലെങ്കിൽ നമുക്ക് ചപ്പാത്തിൻ്റെ കൂടെ സൈഡായിട്ട് വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ റെസിപ്പി ഉണ്ടാക്കുന്നത് ബ്രൊക്കോളി വെച്ചിട്ടാണ്. അതിനായിട്ട് മീഡിയം സൈസിലൊരു ബ്രൊക്കോളി എടുത്തിട്ടുണ്ട്. ഇത് മുഴുവനായിട്ട് എടുക്കണില്ല, ഇതിന് പകുതി മാത്രം എടുത്തിട്ട് പൊടിയായിട്ട് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി പാൻ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. 1/2 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടുമ്പോൾ കുറച്ച് കറിവേപ്പില കൂടി ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ള ബ്രൊക്കോളി ഇട്ട് കൊടുക്കാം. 1.5 കപ്പാണ് ഇതുള്ളത്. ഇപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഒരു മീഡിയം സൈസിലുള്ള ക്യാരറ്റ് പൊടിയായിട്ട് കട്ട് ചെയ്തത് ചേർത്തിട്ടുണ്ട്. അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇത് ലോ ഫ്ലെയിമിൽ ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. വെള്ളമൊന്നും ഒഴിക്കാതെയാണ് അടച്ച് വെക്കുന്നത്. അപ്പോൾ ഫ്ലെയിം കുറച്ച് വെക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നന്നായിട്ടൊന്ന് തട്ടിപ്പൊത്തി വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെക്കാം. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് ചേർക്കാനായിട്ടുള്ള ഒരു അരപ്പ് തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ ചിരുവിയ തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3-4 ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. പിന്നെ എരിവിനായിട്ട് 2 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും അതുപോലെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ട് ഇതൊന്ന് ചതച്ചെടുക്കാം. ഒരുപാട് അരഞ്ഞു പോവണ്ട, ഒന്ന് ചതച്ചെടുത്താൽ മതി. അപ്പോൾ ചതച്ചെടുത്തിട്ടുള്ള ഈ തേങ്ങയുടെ അരപ്പ് നമുക്ക് ഈ ബ്രൊക്കോളിയുടെയും ക്യാരറ്റിൻ്റെയും ആ ഒരു മിക്സിലേക്ക് ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിത് വീണ്ടും അടച്ച് വെച്ച് വേവിക്കാം. ഫ്ലെയിം കുറച്ച് വെച്ച് വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. വെള്ളമൊന്നും ചേർക്കണില്ല. ഇനിയിപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാൻ അല്ലാന്നുണ്ടെങ്കിൽ ഒരു 1-2 ടേബിൾ സ്പൂൺ വെള്ളം ഒന്ന് കുടഞ്ഞു കൊടുത്താൽ നന്നായിരിക്കും, അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇടയ്ക്ക് 1-2 തവണ മൂടി തുറന്നിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. പിന്നെ ക്യാരറ്റിനും ബ്രൊക്കോളിക്കും ഒന്നും ഒരുപാട് വേവൊന്നുമില്ല, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ ക്യാരറ്റ് വേവുന്ന സമയം കൊണ്ട് തന്നെ ബ്രൊക്കോളിയും വെന്ത് കിട്ടും. അപ്പോൾ അതുകൊണ്ട് അത്രയും സമയം വെച്ചാൽ മതി. ഈ വെജിറ്റബിൾസൊക്കെ ഒന്ന് വെന്ത് വന്നാൽ നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് ഒരു മുട്ട കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഒരു മുട്ടയിലേക്ക് ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷമാണ് ഇതിലേക്ക് ചേർക്കുന്നത്. പിന്നെ നോൺ സ്റ്റിക്കിൻ്റെ പാൻ അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു സൈഡിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം മുട്ട ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ചിക്കി പൊരിച്ചെടുക്കാം. ഇതിപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാൻ ആയതുകൊണ്ട് ഞാൻ പ്രത്യേകം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടില്ല. അല്ലാന്നുണ്ടെങ്കിൽ അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞത്. മുട്ട ഒന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് ഈ വെജിറ്റബിൾസുമായിട്ട് കൂട്ടി യോജിപ്പിച്ചെടുക്കാം. ഈ വെജിറ്റബിൾസും മുട്ടയും കൂടി നന്നായിട്ട് മിക്സാക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് അവസാനമായിട്ട് ചേർക്കേണ്ടത് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്. പിന്നെ ഒരു 2 കറിവേപ്പില കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിത് രാത്രിയിലെ ഫുഡായിട്ട് സാലഡ് പോലെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അല്ലെങ്കിൽ നമുക്ക് ചപ്പാത്തിയുടെ കൂടെ സൈഡായിട്ടോ അല്ലെങ്കിൽ ചപ്പാത്തിക്ക് ഉള്ളിൽ റോളായിട്ടോ ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ്. പിന്നെ നമുക്ക് ചോറിൻ്റെ കൂടെ സൈഡായിട്ടും അടിപൊളിയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. ഒരു ഹെൽത്തി റെസിപ്പിയാണ്. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. വെയിറ്റ് ലോസ് ഒക്കെ നോക്കുന്നവർക്ക് ഹെൽത്തി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന റെസിപ്പീസാണിത് 4ഉം. അപ്പോൾ ഇതുവരെ ഇതുപോലെ റെസിപ്പീസ് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കണം. നിങ്ങൾക്കിതിൽ ഏത് റെസിപ്പിയാണ് ഇഷ്ടമായി എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പീസൊക്കെ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. പിന്നെ ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.